അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങ് അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്രിസ്മസ് എക്സാം എന്നുള്ളത്, റൈറ്റ്? യെസ്. അപ്പോൾ നമ്മുടെ ഫൈനൽ എക്സാം ആയിക്കോട്ടെ, നമ്മുടെ മോഡൽ എക്സാം ആയിക്കോട്ടെ, ഈ എക്സാമിലേക്കൊക്കെ പോകുന്നതിന് മുമ്പുള്ള ഒരു പ്രിപ്പറേഷൻ ഒരു പ്രിപ്പറേഷൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത്. ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, ഓണം എക്സാം ആയിക്കോട്ടെ, ഓണം എക്സാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ പോർഷൻസ് നമുക്ക് എവിടെ പഠിക്കാനുണ്ട്? ക്രിസ്മസ് എക്സാമിന് പഠിക്കാനായിട്ടുണ്ട് അല്ലേ? ഓണം എക്സാമിൻ്റെ പോർഷൻസും ഉണ്ട്, അതേപോലെ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസും കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താണ് നമ്മുടെ ഫൈനൽ എക്സാം അല്ലെ, നമ്മുടെ പബ്ലിക് എക്സാമിലേക്കുള്ള പോർഷൻസിൻ്റെ പകുതി മുക്കാലും നമ്മളിപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളിത് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ മോഡൽ എക്സാമിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, അതേപോലെ എന്താണ് പബ്ലിക് എക്സാമിനും അധികം ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഓക്കെ. അപ്പോൾ പലരും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മിസ്സേ ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻറ്റ്, ഏത് ചാപ്റ്ററിൽ നിന്നാണ് 8 മാർക്സിൻ്റെ എസ്സേ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പല കുട്ടികളും ചോദിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ അത് പറഞ്ഞു തരാനായിട്ടാണ് മിസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇരുന്ന് കാണുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ സപ്പോർട്ടോ ഗൈഡൻസോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ വേദ ബാസ് നിങ്ങൾക്ക് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഓക്കെ. യെസ്. അപ്പോൾ +1 എക്കണോമിക്സിലെ എസ്സേ ക്വസ്റ്റ്യൻ ക്രിസ്മസ് എക്സാം പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററിൻ്റെ പേരും ഏത് ക്വസ്റ്റ്യൻ ആണ് വരുന്നുള്ള കാര്യമാണ് മിസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇവിടെ 3 ചാപ്റ്റേഴ്സാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയണ പോലെ തന്നെ നമുക്ക് ഇന്ത്യൻ എക്കണോമിക്സിൽ നമുക്ക് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ ഉണ്ട്, അതുപോലെ തന്നെ പോവേർട്ടി ഉണ്ട്, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ട്, റൂറൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് എന്ന ചാപ്റ്റർ ഉണ്ട്. 5 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഇന്ത്യൻ എക്കണോമിക്സിൽ നിന്നുള്ളത്. അതുപോലെ 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് എന്തെന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ളത്. ഓക്കെ. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്രയാണ് 7 ചാപ്റ്റേഴ്സാണ് ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസിൽ നിന്ന് മാത്രമായിട്ടുള്ളത്. ഓക്കെ. അതുകൂടാതെ നമുക്ക് ഓണം എക്സാമിൻ്റെ പോർഷൻസ് കൂടി ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ വരുന്ന പോർഷനാണ് മിസ് ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സിൽ നിന്നാണ് എസ്സേ ക്വസ്റ്റ്യൻ മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഓക്കെ. ഫസ്റ്റ് വൺ ആണ് എന്താണെന്ന് പറയുന്നത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ. ഈ ഒരു ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ലിബറലൈസേഷൻ എന്താണ്, പ്രൈവറ്റൈസേഷൻ എന്താണ്, ഗ്ലോബലൈസേഷൻ എന്താണെന്നാണ് നമ്മൾ മൊത്തത്തിൽ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ആദ്യം ചോദിക്കുന്നത് ചിലപ്പോൾ എ പാർട്ട് ബി പാർട്ട് നമ്മൾ രണ്ടായിട്ട് ചോദിക്കും. എന്നിട്ട് നിങ്ങളോട് പറയും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് NEP ന്യൂ എക്കണോമിക് പോളിസി 1991 ആണല്ലോ നമ്മുടെ NEP 1991 ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും വന്നത്. അത് വരാനുള്ള സാഹചര്യം ബാക്ക്ഗ്രൗണ്ട് എഴുതാൻ പറയും. എന്നിട്ട് നിങ്ങളോട് പറയും ആ റീഫോംസ് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും. അതും അല്ലെങ്കിൽ ലിബറലൈസേഷൻ മാത്രമായിട്ട് 8 മാർക്സിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കുന്നത് എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ പോവേർട്ടി എന്ന് പറയുന്നത്. ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ടു അലിവിയേറ്റ് പോവേർട്ടി അല്ലെങ്കിൽ ടു ഇറാഡിക്കേറ്റ് പോവേർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതികളും പോളിസീസും പ്രോഗ്രാംസും എഴുതാനാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എ പാർട്ടിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ബി പാർട്ടിലോട് നിങ്ങളോട് പറയും ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദം എന്ന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ. അങ്ങനെ 2 പാർട്ടായിട്ട് ഇത് ചോദിക്കാൻ ചാൻസ്. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റേഷൻസ് എഴുതാൻ. ഓക്കെ. ഇതാണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെൻറ്റിലെ മെയിനായിട്ട് നിങ്ങൾ എസ്സേ ക്വസ്റ്റ്യനിൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. ഓക്കെ. ആൻഡ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നോക്കുകയാണെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഓക്കെ. ആ ഒരു ചാപ്റ്ററിൽ മീനും മീഡിയനും മോഡും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. അത് നമ്മുടെ മെയിനായിട്ട് ഡിസ്ക്രീറ്റ് സീരീസും അതേപോലെ കണ്ടിന്യൂസ് സീരീസിലാണ് നിങ്ങളത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ചിലപ്പോൾ മീനും മീഡിയനും മാത്രമായിരിക്കും വരുന്നത്, ചിലപ്പോൾ മീനും മീഡിയനും മോഡും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സാണ് നിങ്ങൾ മെയിനായിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് എസ്സേ ടോപ്പിക്കായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് മിസ് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.